ബൈലൈനിലേക്ക് സ്വാഗതം. ഇന്ത്യൻ മുസ്ലിങ്ങൾ പെറ്റുകൂട്ടുകയാണെന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആരോപണമാണ് ബൈലൈൻ ഇന്ന് ചർച്ച ചെയ്യുന്നത്. देश की संपत्ति पर पहला अधिकार मुसलमानों का है। इसका मतलब ये संपत्ति इकट्ठी करके किसको बांटेंगे? जिनके ज्यादा बच्चे हैं उनको बांटेंगे। മുസ്ലിം സ്ത്രീകൾ പെറ്റുകൂട്ടുകയാണ് എന്ന ആരോപണം പുതുതല്ല. ഹിന്ദു ഏകതാ സമ്മേളനവും രാമജന്മഭൂമി പ്രക്ഷോഭവും നടന്ന 1980കളിൽ തന്നെ മുസ്ലിങ്ങളെ അപവദിച്ച് ഹം 5 ഹമാര 25, നാം 5 നമുക്ക് 25 എന്ന മുദ്രാവാക്യം സംഘപരിവാർ തെരുവിൽ ഉയർത്തിയിരുന്നു. കേരളത്തിൽ സാമൂഹിക മാധ്യമങ്ങളിലും വേദികളിലുമൊക്കെ ഹിന്ദുത്വവാദികൾ ഇക്കാര്യം വിളിച്ചു പോവാറുണ്ട്. ഉത്തരേന്ത്യയിൽ വിശേഷിച്ചും തിരഞ്ഞെടുപ്പ് വേളകളിൽ BJPയും കൂട്ടാളികളും ഈ കുപ്രചരണം ശക്തമാക്കും. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ടം 100ലേറെ സീറ്റുകളിൽ ഏപ്രിൽ 19 നടന്നു. ഈ ഘട്ടത്തിൽ BJP പ്രതീക്ഷിക്കുന്ന വിജയം നേടാനാവില്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. 2 ദിവസം മാത്രം കഴിഞ്ഞതേയുള്ളൂ ഏപ്രിൽ 21 ഞായറാഴ്ച പഴകിപ്പൊളിച്ച ഇതേ ആരോപണം BJPയുടെ തിരഞ്ഞെടുപ്പ് യുദ്ധത്തിൽ തേരാളിയായ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിലെ തൻ്റെ തിരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ ഉന്നയിച്ചിരിക്കുന്നു. 2002 ഫെബ്രുവരിയിൽ ഗുജറാത്ത് വംശഹത്യയ്ക്ക് ശേഷം അഭയാർത്ഥികൾ താമസിച്ചിരുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആ ക്യാമ്പുകളെക്കുറിച്ച് കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ എന്നാണ് അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ആക്ഷേപിച്ചത്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെക്കുറിച്ച്, കേരളത്തിൽ വിശേഷിച്ച് മലപ്പുറം ജില്ലയെക്കുറിച്ച് വിവിധ കോണുകളിൽ നിന്ന് ഇത്തരമൊരു ആക്ഷേപം മുമ്പും ഉയർന്നിട്ടുണ്ട്. 2019 ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യദിന പരിപാടിയിലെ പ്രസംഗത്തിൽ ജനസംഖ്യാ വിസ്ഫോടനത്തിൽ പുലർത്തുന്ന അശ്രദ്ധയെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൂചിപ്പിച്ചിരുന്നു. ഇതിന് തുടർച്ചയായി പിന്നീട് നടന്ന ചർച്ചകളുടെ ഉന്നവും മുസ്ലിങ്ങളായിരുന്നു. രാജ്യത്തെ ജനസംഖ്യാ വർധനയ്ക്ക് മുസ്ലിം സമുദായത്തെ കുറ്റപ്പെടുത്തുകയും 2050 രാജ്യത്തെ മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ എണ്ണത്തിൽ മറികടക്കുന്നു എന്ന തരത്തിലുള്ള വർധനയുണ്ടാകുമെന്നൊക്കെ പ്രചരിപ്പിക്കാൻ സംഘപരിവാർ മുന്നിട്ടിറങ്ങി. മുസ്ലിങ്ങളിൽ നിന്നുള്ള ഈ സാങ്കല്പിക ഭീഷണി നേരിടുന്നതിന് കുറഞ്ഞത് 4 കുഞ്ഞുങ്ങളെയെങ്കിലും ഹിന്ദു സ്ത്രീകൾ പ്രസവിക്കണമെന്ന് ആവശ്യപ്പെട്ട സംഭവങ്ങളുണ്ടായി. ഇതിലേറ്റവും കൗതുകകരമായ വശം നിത്യബ്രഹ്മചാരികളായി കഴിയുന്ന ഹിന്ദുത്വ സന്യാസിമാരാണ് ഇതിന് മുന്നിൽ നിന്നത് എന്നതായിരുന്നു. 2050 ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ അനുപാതം വളരെ വർദ്ധിക്കാൻ പോകുന്നു എന്ന ഭീതി വരുത്തി ഭൂരിപക്ഷം സാധാരണക്കാരായ ഹൈന്ദവർക്കിടയിൽ ആശങ്കയും ഭയവും ഉൽപ്പാദിപ്പിക്കാനാണ് സംഘപരിവാറിൻ്റെ ശ്രമം. മുസ്ലിം ജനസംഖ്യയുടെ അമിതമായ വർധനവും അതുവഴി ഇന്ത്യൻ ജനതയിൽ മുസ്ലിങ്ങളുടെ ആധിപത്യവും സംബന്ധിച്ച വാദങ്ങൾക്ക് സ്ഥിതി വിവരക്കണക്കുകളുടെ യാതൊരു പിൻബലവുമില്ല എന്നത് വ്യക്തമാണ്. ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ എണ്ണം കൂട്ടുന്നതിന് മുസ്ലിം സ്ത്രീകൾ പെറ്റുകൂട്ടുകയാണ് എന്ന ആരോപണം, ആ ആരോപണത്തിന് വസ്തുതാപരമായ നിലനിൽപ്പുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യയെ സംബന്ധിച്ച് സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്കുകൾ അവലംബമാക്കിയുള്ള പരിശോധന മുസ്ലിങ്ങൾ കൂടുതൽ കുട്ടികളെ ജനിപ്പിക്കുന്നു എന്ന ആരോപണം തെറ്റാണെന്ന് തെളിയിക്കുന്നതായി ദി ഹിന്ദു ദിനപത്രത്തിൽ വിഘ്നേഷ് രാധാകൃഷ്ണൻ, റെബേക്ക റോസ് വർഗീസ് എന്നിവരുടെ പഠനം വ്യക്തമാക്കുന്നു. തീർച്ചയായും മുമ്പ് കാലത്ത് പൊതുവെ കുടുംബങ്ങളിൽ മക്കളുടെ എണ്ണം കൂടുതലായിരുന്നു. കൂടുതൽ അധ്വാനശേഷിയായാണ് കൂടുതൽ മക്കൾ പരിഗണിക്കപ്പെട്ടത്. മുസ്ലിങ്ങളിലും സ്വാഭാവികമായും ഒരു കാലത്ത് ജനനനിരക്ക് താരതമ്യേന കൂടുതൽ എന്ന് പറയാം. പെൺകുട്ടികളെ നേരത്തെ വിവാഹം ചെയ്തയക്കുന്ന സമ്പ്രദായം നിലനിന്നത് ഇതിന് കൂടുതൽ കാരണമായി. എന്നാൽ സാമൂഹിക സാമ്പത്തിക നിലവാരം ഉയർന്നതോടെ പെൺകുട്ടികൾ ഉന്നത പഠന മേഖലയിൽ കൂടുതലായി കടന്നെത്തി. സ്വാഭാവികമായും വിവാഹം പഠനത്തിന് ശേഷം എന്ന നിലയിലേക്ക് അതിൻ്റെ പരിഗണന മാറി. വിവാഹ പ്രായപരിധി നിയമവും ഒരു പരിധിവരെ അതിന് സഹായകമായിട്ടുണ്ട്. 1951 മുതൽ 2011 വരെയുള്ള സെൻസസുകളിൽ ആ സെൻസസുകളിൽ നിന്ന് ഹിന്ദു മുസ്ലിം ജനസംഖ്യാ വർധനയുടെ കൃത്യമായ ചിത്രം ലഭിക്കും. 1951 മുസ്ലിം ജനസംഖ്യ 9.8%. 2011 ഇത് 14.2% ഉയർന്നു. ഇതേ കാലയളവിൽ ഹിന്ദു ജനസംഖ്യ 80.3% നിന്നും 79.8% കുറഞ്ഞു. എന്നാൽ ഈ കണക്ക് മുൻനിർത്തി അധികം വൈകാതെ മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ എണ്ണത്തിൽ മറികടക്കുമെന്ന് പറയാൻ കഴിയുമോ? 1992 മുതൽ 4 തവണ 92, 93, 98, 99, 2005, 2006, 2015, 2016 ഇങ്ങനെ 4 തവണ ഇന്ത്യയിൽ നടത്തിയ ദേശീയ കുടുംബാരോഗ്യ സർവേകൾ, നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ, ആ സർവേകളിൽ ലഭിച്ച ഔദ്യോഗിക സ്ഥിതിവിവരക്കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ ഇതിനുത്തരം ലഭിക്കും. ജനസംഖ്യാ വളർച്ചയിൽ നിലവിലുള്ള പ്രവണത
കഴിഞ്ഞ 5 പതിറ്റാണ്ട് കാലത്തിൽ നിന്നും ഭിന്നമായതാണ് എന്ന് വിവിധ സർവേകൾ വ്യക്തമാക്കുന്നുണ്ട്. 2000 മുതൽ 2010 വരെയുള്ള വർഷത്തെ കണക്ക് പരിശോധിച്ചാൽ വിവിധ മതങ്ങളുടെ ജനസംഖ്യാ നിരക്കിൽ വലിയ ഇടിവ് സംഭവിച്ചതായി കാണാം. 2011 സെൻസസിലെ മുസ്ലിം ജനസംഖ്യ 17.22 കോടിയായിരുന്നു. ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യയായ 121.08 കോടിയുടെ 14.2% ഇത്. 2001 മുസ്ലിം ജനസംഖ്യ 13.81 കോടിയായിരുന്നു. അന്നത്തെ ഇന്ത്യൻ ജനസംഖ്യ 102.8 കോടിയുടെ 13.43% ഈ മുസ്ലിം ജനസംഖ്യ. 2001 2011 ഇടയിൽ മുസ്ലിങ്ങൾ 24.69% വർദ്ധിച്ചത്. ഇന്ത്യ ചരിത്രത്തിൽ മുസ്ലിം ജനസംഖ്യയുടെ ഏറ്റവും സാവകാശത്തിലുള്ള വർധനയാണിത്. 1991 2001 ഇടയിൽ അത് 29.49% വർധന. 2001-2011 കാലത്ത് ഹൈന്ദവർക്കിടയിലെ ജനസംഖ്യാ നിരക്ക് 19.92% നിന്ന് 16.76% കുറഞ്ഞു. ഇതേ സമയത്ത് മുസ്ലിം ജനസംഖ്യാ നിരക്കും കുറഞ്ഞു. 29.52% നിന്നും 24.6% മുസ്ലിം ജനസംഖ്യാ നിരക്ക് കുറഞ്ഞത്. 2011-2021 കാലത്തും സമാനമായ ഇടിവ് തുടരും എന്നാണ് കണക്കുകൾ നൽകുന്ന സൂചന. 2011-2021 കാലയളവിൽ ഹൈന്ദവരിലെ ജനസംഖ്യാ വളർച്ചാ നിരക്ക് 16.76% നിന്നും 15.7% മുസ്ലിങ്ങളുടെ ജനസംഖ്യാ വളർച്ചാ നിരക്ക് 24.6% നിന്നും 18.2% കുത്തനെ ഇടിഞ്ഞേക്കാം എന്നാണ് പ്രവചനം. കോവിഡ് സാഹചര്യത്തിൽ 2021 സെൻസസ് നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ കണക്ക് ലഭ്യമല്ല. എന്നാൽ ജനസംഖ്യാ വളർച്ചയിൽ 2031 ഇതേ പ്രവണത തുടരുമെന്നാണ് ജനസംഖ്യാ ശാസ്ത്രജ്ഞന്മാരുടെ പ്രവചനം. ലഭ്യമായ ഏത് ജനസംഖ്യാ കണക്കെടുപ്പുകളും പ്രവചനങ്ങളും വിലയിരുത്തിയാലും മുസ്ലിങ്ങൾ വിദൂര ഭാവിയിലെങ്കിലും ഹിന്ദുക്കളെ മറികടക്കുമെന്ന വാദത്തിൽ ഒട്ടും വസ്തുതയില്ലെന്ന് മനസ്സിലാക്കാൻ കഴിയും. മുസ്ലിങ്ങളുടെ ബഹുഭാര്യത്വം ഉയർത്തിക്കാട്ടി അതിലൂടെ അവർ പന്നികളെപ്പോലെ പെറ്റുകൂട്ടുന്നു എന്നാരോപിക്കുന്നവർ കഴിഞ്ഞ കാൽനൂറ്റാണ്ടുകാലം മുസ്ലിം ജനസംഖ്യാ വളർച്ചയിലുണ്ടായ പ്രകടമായ മാറ്റങ്ങൾ പഠിക്കാനും വിലയിരുത്താനും തയ്യാറാകുന്നില്ല. ഇത് സംബന്ധമായി വിശദമായ പഠനം നടത്തിയ ഡോക്ടർ SY ഖുറേഷി ദി പോപ്പുലേഷൻ മിത്ത് പുസ്തകം രചിച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ കാൽനൂറ്റാണ്ടുകാലത്തെ ദേശീയ കുടുംബാരോഗ്യ സർവേയുടെ ഡാറ്റകൾ അദ്ദേഹം വിശകലനം ചെയ്യുന്നു. പുതുതലമുറ മുസ്ലിം കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം വളരെ നിർണീതമാണെന്ന് അദ്ദേഹം പറയുന്നു. നിരവധി വിദേശ സർവകലാശാലകളിലെ ഗവേഷകരും അവരുടെ പ്രബന്ധങ്ങളിൽ ഈ വസ്തുത ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 90കളുടെ മധ്യത്തോടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് മുന്നേറാൻ മുസ്ലിം സമൂഹത്തിന് സാധ്യമായത് നേട്ടം കൈവരിക്കാൻ സഹായകമായെന്ന് വിവിധ പഠനങ്ങൾ തെളിയിക്കുന്നു. സിവിൽ സർവീസ് പരീക്ഷകളിലും മെഡിക്കൽ എഞ്ചിനീയറിംഗ് ഉൾപ്പെടെ പ്രൊഫഷണൽ കോഴ്സുകളുടെ പ്രവേശന പരീക്ഷകളിലും മികച്ച നേട്ടം കൈവരിക്കാൻ മുസ്ലിം സമൂഹത്തിന്, വിശേഷിച്ചും വനിതകൾക്ക് സാധ്യമായി. മറുവശത്ത് ഇത് വിവാഹം വൈകിപ്പിക്കുകയും കുടുംബങ്ങളുടെ വലിപ്പം കുറയാനും ഇടവരുത്തി. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടയിൽ ഗർഭധാരണ നിരക്ക് അഥവാ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് TFR ഗണ്യമായ മാറ്റങ്ങളുണ്ടായി. ഒരു സ്ത്രീ തൻ്റെ ജീവിതകാലത്ത് ഗർഭം ധരിക്കാൻ സാധ്യതയുള്ള ശരാശരി കുട്ടികളുടെ എണ്ണമാണ് ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് കണക്കാക്കുന്നത്. ഇതുപ്രകാരം 2.1 എന്ന നിരക്ക് കാര്യമായ മാറ്റങ്ങളില്ലാത്ത സ്ഥിരതയുള്ള ജനസംഖ്യാ അവസ്ഥയെയാണ് അർത്ഥമാക്കുന്നത്. എല്ലാ മതവിഭാഗങ്ങളിലും ഉൾപ്പെടുന്ന സ്ത്രീകളുടെ ഫെർട്ടിലിറ്റി നിരക്കുകളുടെ പട്ടിക ഇന്ന് ലഭ്യമാണ്. ഇതുപ്രകാരം വർഷം തോറും ഇതര ജനവിഭാഗങ്ങൾക്കൊപ്പം മുസ്ലിങ്ങളുടെയും ഗർഭധാരണ നിരക്ക് ഗണ്യമായി കുറഞ്ഞു വരുന്നത് കാണാം. 2019-21 ഡാറ്റ അനുസരിച്ച് മുസ്ലിങ്ങളുടെ നിരക്ക് 2.36 ഇത് ഏതാണ്ട് സ്ഥിരതാ നിരക്കിന് സമീപമാണ്. ഹിന്ദു സ്ത്രീകളും മുസ്ലിം സ്ത്രീകളും തമ്മിലുള്ള നിരക്ക് അന്തരം 2 ദശകത്തിനകം 0.81 എന്നതിൽ നിന്നും ഏതാണ്ട് നേർപകുതി 0.42 ആയി കുറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള UP, ബീഹാർ, മഹാരാഷ്ട്ര, പശ്ചിമബംഗാൾ, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ പോലും ഈ പ്രവണത തുടരുകയാണെന്ന് പട്ടികകളിൽ നിന്ന് വ്യക്തമാണ്. പൊതുവെ ഹിന്ദു സ്ത്രീകളെ അപേക്ഷിച്ച് മുസ്ലിം സ്ത്രീകളിൽ ഗർഭധാരണ നിരക്ക് കൂടുതലാണ്. മുസ്ലിം സ്ത്രീകളിൽ ഇത് 4.3 കുട്ടികളെന്നും ഹിന്ദു സ്ത്രീകളിൽ 3.3 എന്നതുമാണ് കണക്ക്. അഥവാ ഇരു സമുദായങ്ങൾക്കിടയിൽ പ്രത്യുൽപാദന നിരക്കിലെ വിടവ് 1992-93 കുടുംബാരോഗ്യ സർവേ അനുസരിച്ച് 30.3% എന്നാൽ 2015-16 കാലയളവിൽ ഈ വിടവ് 20.5% കുറഞ്ഞുവെന്നും നാഷണൽ ഫാമിലി ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് 4 ഡാറ്റ സൂചിപ്പിക്കുന്നു. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോപ്പുലേഷൻ സയൻസ് അഥവാ IIPS മുൻ ഡയറക്ടറും പ്രശസ്ത ജനസംഖ്യാശാസ്ത്ര വിദഗ്ധമായ PN മാരിബട്ട് 2011 തയ്യാറാക്കിയ കണക്കുണ്ട്. ഇന്ത്യയിലെ ഹിന്ദു സമൂഹം
2021 പ്രത്യുൽപാദനക്ഷമതയും 2061 ജനസംഖ്യാ സ്ഥിരതയും നേടുമെന്നാണ് മാരി ഭട്ട് വ്യക്തമാക്കിയത്. ഈ കാലപരിധി മുസ്ലിം സമൂഹത്തിൽ യഥാക്രമം പ്രത്യുൽപാദനക്ഷമത 2031 ജനസംഖ്യാ സ്ഥിരത 2101 കൈവരിക്കുമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഇതനുസരിച്ച് ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ 2100 ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യയുടെ 18.8% എന്ന സ്ഥിര നിരക്കിലെത്തും. ദേശീയ കുടുംബാരോഗ്യ സർവേയുടെ കണക്കുകളുമായി ഒത്തുപോകുന്നതാണ് മാരി ഭട്ടിൻ്റെ പഠനവും. സാമ്പത്തിക ശാസ്ത്രത്തിൽ ജനസംഖ്യാ വളർച്ചയെക്കുറിച്ച് നിരവധി പഠനങ്ങൾ ലഭ്യമാണ്. ആ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് സാമ്പത്തിക ശാസ്ത്ര വിദ്യാർത്ഥികൾ പണ്ട് മുതൽ ഉദാഹരണ സഹിതം പഠിക്കുന്നത് വരുമാനത്തിലുള്ള കുറവ്, വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥ, ദാരിദ്ര്യം, വിനോദോപാധികളുടെ കുറവ് തുടങ്ങിയവയാണ് ജനസംഖ്യാ വളർച്ചയ്ക്ക് കാരണമാകുന്ന അടിസ്ഥാന ഘടകങ്ങളെന്നാണ്. സാമൂഹികവും സാമ്പത്തികവുമായ ദുരവസ്ഥ പരിഹരിക്കപ്പെടുന്നതിലൂടെ ഈ അസമത്വം സ്വാഭാവികമായി ഇല്ലാതാകും. അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം സമൂഹത്തിൽ പരസ്പര വിദ്വേഷവും വെറുപ്പും പ്രകടിപ്പിക്കുന്നതിന് മാത്രം ഉപകരിക്കുന്ന നിരുത്തരവാദപരമായ പ്രസ്താവനകളിലൂടെ സംഘപരിവാരും BJPയും എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു കാലഘട്ടത്തിൽ ഇന്ത്യക്കാരുടെ കുടുംബങ്ങളിൽ കൂടുതൽ കുട്ടികളുണ്ടായിരുന്നു. ഇപ്പറയുന്ന മോദിയുടെയും അമിത്ഷായുടെയും കുടുംബങ്ങളുടെ എല്ലാം അവസ്ഥ ഇത് തന്നെ. നരേന്ദ്രമോദിയുടെ മാതാപിതാക്കൾക്ക് 6 മക്കൾ, അമിത്ഷായുടെ മാതാപിതാക്കൾക്ക് 7 മക്കൾ, അജയ് ബിഷ്ത് എന്ന യോഗി ആദിത്യനാഥിൻ്റെ മാതാപിതാക്കൾക്ക് 8 മക്കൾ. മതവും സമുദായവുമല്ല, സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളാണ് കുടുംബത്തിൻ്റെ വലുപ്പം നിർണ്ണയിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നതെന്ന് ഇത് തെളിയിക്കുന്നു. കൂടുതൽ മക്കളുണ്ടാകുന്നത് വലിയ കുറ്റമോ മേന്മയോ ആണെന്ന് പറയാനാവില്ല. മക്കളെ നന്നായി വളർത്താനാവുക, അവർ മനുഷ്യരായി വളരുക, മനുഷ്യരായി ജീവിക്കുക എന്നതാണ് പ്രധാനം. ഇന്ത്യൻ മുസ്ലിം സമൂഹത്തിന് നേരെ കൈചൂട്ടാനും അവരെ അപവദിക്കാനുമുള്ള മോദിയുടെ തന്ത്രം പുതിയതല്ല. കാലങ്ങളായി സംഘപരിവാർ ആവിഷ്കരിച്ച് പ്രയോഗിക്കുന്നതാണത്. അതിൻ്റെ പിന്നിലെ കുതന്ത്രവും രാഷ്ട്രീയവും ചിന്താശേഷിയുള്ളവർക്ക് മുന്നിൽ വിലപ്പോവില്ല.